ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് കൺസ്യൂമർ റൈറ്റ്സ്. കൺസ്യൂമറുടെ അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കൺസ്യൂമർക്ക് എന്ത് അവകാശങ്ങളാണ് ഉള്ളത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പം അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ബീങ് എ കൺസ്യൂമർ ഒരുപാട് അവകാശങ്ങൾ ഓരോ കൺസ്യൂമർക്കും ഉണ്ട്. അങ്ങനത്തെ അവകാശങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, പഠിക്കാം നമുക്ക്. കൺസ്യൂമർ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഒരു കൺസ്യൂമറുടെ അവകാശം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ കൺസ്യൂമർ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. We participate in the market both as producers and consumers. നമ്മൾ ഒരു മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ടാവും, പിന്നെ കൺസ്യൂമേഴ്സും ഉണ്ടാവും. അതായത് ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ, ആ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും, വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ചപ്പല് വാങ്ങുന്ന ആൾക്കാരുമുണ്ട്. അപ്പം പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, ആരുമുണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട് അല്ലെ. അതാണ് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ സാധനം പ്രൊഡ്യൂസേഴ്സ് മാത്രമായിട്ട് കാര്യമുണ്ടോ? കുറെ ചപ്പൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ, അത് വാങ്ങിക്കാൻ ആൾക്കാർ വേണം. അപ്പൊ പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, കൺസ്യൂമേഴ്സും ഉണ്ട്. ആസ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് we could be working in any of the sectors such as ഏതൊക്കെ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ഓർ സർവീസസ്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ അല്ലെ. കുറെ ആൾക്കാർ കുറെ അരി ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറെ കോട്ടൺ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം, കോക്കനട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃഷി ചെയ്തുകൊണ്ട് കാര്യമില്ലേ അല്ലെ, അത് എന്ത് ചെയ്യണം, അവര് മാർക്കറ്റ് ചെയ്യുകയും വേണം, എന്നിട്ട് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം, അത് വാങ്ങിക്കണം. അപ്പം അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ഓർ സർവീസസ് ആണ് ഇതിൽ വരുന്നത് അല്ലെ. കൺസ്യൂമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാർക്കറ്റ് when they purchase goods and services that they need അല്ലെ. നമ്മളൊരു കൺസ്യൂമർ ആവുക എപ്പോഴാണ്, നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനം മാർക്കറ്റിലുണ്ട്, നമ്മൾ അത് പോയി വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ ആരായിട്ട് മാറും, കൺസ്യൂമേഴ്സ് ആയിട്ട് മാറും അല്ലെ. ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ട്, ക്ലോത്ത്സ് ഇറങ്ങിയിട്ടുണ്ട്, സാരികൾ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരായിട്ട് മാറും, അത് പോയി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, and the rules and regulations which promote development could be for the protection of workers in the unorganized sector or to protect people from high interest rate charged by money lenders in the ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെ, തോന്നിയ രീതിയിലുള്ള അല്ലെ, ഒരാള് മണി ലെൻഡർ ഒക്കെ എന്താണ്, ആ തോന്നിയ പൈസ അല്ലെ, തോന്നിയ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാഷ് വരും അല്ലെ. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചു. ആ ചോക്ലേറ്റിന് അയാൾ 2000 രൂപ 3000 രൂപയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലോ അല്ലെ. അപ്പം എപ്പോഴും കൺസ്യൂമർക്ക് അവിടെയാണ് ഒരു പ്രശ്നം വരിക അല്ലെ. ഒരു സാധനത്തിന് നമ്മൾ ഒരു പേന വാങ്ങിക്കാൻ പോയി, ഒരു സാധാരണ ഒരു പേന വാങ്ങിക്കാൻ പോയി, ബ്രാൻഡഡ് അവർ വേറെ വില ചുമത്തും. അതേ സ്ഥാനത്ത് നോർമൽ ആയിട്ടുള്ള ഒരു പേന വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പൈസ ഉണ്ട് അല്ലെ, അതിനേക്കാളും കൂടുതലൊക്കെ അവർ പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു റൈറ്റ് ആണല്ലേ അവിടെ നിഷേധിക്കപ്പെടുന്നത്. അപ്പം എല്ലാത്തിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റിൽ തന്നെ നിൽക്കണം അല്ലെ. പക്ഷെ ചില ആൾക്കാർ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിന് വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ പറയുന്ന തോന്നിയ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ആൾക്കാരെ എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. സിമിലർലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്. അപ്പം അവിടുത്തെ വർക്കേഴ്സിനെ ആണെങ്കിലും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് പ്രൊമോട്ട് ഡെവലപ്മെന്റ് കുഡ് ബി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇപ്പം അവിടെയുള്ള വർക്കേഴ്സ്, നമ്മൾ ചിലപ്പം അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അധികമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടാവും, പക്ഷെ ആ വർക്കേഴ്സിന് വലിയ സാലറി ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. വർക്കേഴ്സിന് പൈസ കുറവ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പൈസയും വാങ്ങിക്കും. അവർ പ്രോഫിറ്റ് മാത്രം നോക്കും അല്ലെ, അവർ ലാഭം മാത്രം നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർക്കേഴ്സിന് പൈസയും കുറയ്ക്കും. അപ്പം ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് മാർക്കറ്റിൽ നടക്കുന്നത് അല്ലെ. മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ
കാണാൻ വേണ്ടി സാധിക്കും. For example, money lenders in the informal sector adopt various tricks to bind the borrower. They could make the producer sell the product to them at a low rate in return for a timely loan. ആ മണി ലെൻഡേഴ്സ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പൈസേൻ്റെ ഒക്കെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും, പറയുന്ന പൈസ അല്ലെ, ഇപ്പം 1000 രൂപേൻ്റെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഞാൻ 800 രൂപ തരാം അല്ലെങ്കിൽ ഞാൻ 700 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, വലിയ രീതിയിൽ അവരെ മുതലാക്കിയിട്ട് എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കും അല്ലെ. എന്നിട്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും ചെയ്യുന്നുണ്ടാവുക, വേറെ വലിയ വിലക്കായിരിക്കും വിൽക്കുന്നുണ്ടാവുക. അപ്പം പ്രൊഡ്യൂസേഴ്സിന് വേണ്ട ഒരു റൈറ്റ് ചിലപ്പം കിട്ടാറില്ല അല്ലെ. അപ്പം മണി ലെൻഡേഴ്സ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ അഡോപ്റ്റ് വേരിയസ് ട്രിക്സ് ടു ബൈൻഡ് ദി ബറോവർ. They could make the producer sell the product to them at a low rate in return for a timely loan. They could force a small farmer to sell her land to pay back the loan. അപ്പം അവർ ലോണൊക്കെ എടുത്തിട്ടൊക്കെ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് ഇവർക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ എന്ത് സംഭവിക്കാറുണ്ട്, അവർ ചിലപ്പോൾ അവരുടെ ഭൂമിയൊക്കെ വിറ്റിട്ട് പൈസ ആക്കിയിട്ട് വേണ്ടി വരും ചിലപ്പം ഈ ലോണൊക്കെ തിരിച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആൾക്കാർ എന്ത് ചെയ്യാണ്, പല തരത്തിൽ നമ്മൾ എന്തായി പോകുന്നുണ്ട്, നമ്മൾ ഓരോരോ ട്രാപ്പിൽ പെട്ടു പോകുന്നുണ്ട്. ഓക്കെ. Similarly, many people who work in the unorganized sector have to work at a low wage and accept conditions that are not fair and are also often harmful to their health. അല്ലെ, ചില വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം 24 hours അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 10, 15, 18 മണിക്കൂറൊക്കെ എന്ത് ചെയ്യിപ്പിക്കാറുണ്ടാവും. ചിലപ്പം അൺഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെ, അൺഓർഗനൈസ്ഡ്, കൃത്യമായിട്ട് എവിടെയും എന്താ ധാരണകളോ അല്ലെ ആസൂത്രണമായിട്ട് ഒന്നും ചെയ്യാത്ത സ്ഥലങ്ങളിൽ ചിലപ്പം ഒരാൾക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് അല്ലെ ഉണ്ടാവുക. ആ 24 മണിക്കൂറിൽ അയാൾക്ക് എങ്ങനെയായാലും ഉറങ്ങാൻ വേണ്ട ഒരു 8 hours ഉണ്ടാവില്ലേ മക്കളെ, ഉണ്ടാവും. അപ്പം ആ ഒരു 8 hours പിന്നെ അവരുടെ ഫുഡ് കഴിക്കാൻ അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ കൂടെ ചേർത്ത് എങ്ങനെയായാലും ഒരാൾക്ക് എത്ര ടൈം വേണം, മിനിമം ഒരു 10 hours അവർക്ക് വേറെ ആക്ടിവിറ്റീസിന് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരില്ലേ, കുളിക്കാനൊക്കെ വേണ്ടി വരില്ലേ. പക്ഷേ എന്ത് ചെയ്യും, ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ കൂടുതൽ മാനുവൽ പവർ എന്ത് ചെയ്യും, കുറഞ്ഞ വേജസിന് വളരെ കുറച്ച പൈസക്ക് എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കും. അങ്ങനെ പണിയെടുപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഡ് ആവും അല്ലെ, എപ്പോഴും വർക്ക് തന്നെ ചെയ്യുക അല്ലെ, ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ. പക്ഷെ അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നുണ്ടോ, ഇല്ല. അങ്ങനെ പലതരത്തില് ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടുകൾ ജോലിക്ക് ഇറങ്ങി കഴിയുന്ന സമയത്ത് ഉണ്ടാവും. ആൻഡ് ഈ ലോവർ എന്നിട്ട് അവരെന്ത് ചെയ്യണം, ആക്സെപ്റ്റ് കണ്ടീഷൻസ് ദാറ്റ് ആർ നോട്ട് ഫെയർ അല്ലെ. അത് ഒരിക്കലും ശരിയല്ല അല്ലെ. നമ്മളോട് എത്ര മണിക്കൂർ ജോലി ചെയ്യാനാണ് പറയുന്നത്, 8 മണിക്കൂറാണ് ജോലി ചെയ്യാനുള്ള ഒരു ആവറേജ് ടൈം എന്ന് പറയുന്നത് അല്ലെ. 8 മണിക്കൂർ ജോലി ചെയ്യാനും 8 മണിക്കൂർ ഉറങ്ങാനും 8 മണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാനും വേറെ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് കുറഞ്ഞ പൈസ കൊടുക്കുന്ന സമയത്ത് ആൾക്കാരെ അതെന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യല, എക്സ്പ്ലോയിറ്റേഷൻ ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവരുടെ ഹെൽത്തിന് തന്നെ ഉണ്ടാവാം, ഹാംഫുൾ ആവാം അല്ലെ. എപ്പോഴും നമ്മൾ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് വേറെ കാര്യങ്ങളിലൊന്നും ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജോലി മാത്രം ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത്രയും ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മാനുവൽ പവർ ഒക്കെ വേണ്ട അല്ലെങ്കിൽ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ജോലിക്കാണെങ്കിൽ നമ്മൾ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഹെൽത്തിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. To prevent such exploitation, there are some rules and regulations for their protection. അപ്പം അങ്ങനത്തെ എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. There are organizations that have struggled for long to ensure that these rules are followed. അപ്പം ഇങ്ങനത്തെ റൂൾസ് ഒക്കെ അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റൂൾസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ. Likewise, rules and regulations are required for the protection of the consumers in the മാർക്കറ്റ് പ്ലേസ്. അപ്പം ഇത് ജോലി സ്ഥലത്തെ കാര്യമാണല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്, എന്താ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു വന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലും എന്തുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, അപ്പം അവിടെയും എന്ത് വേണം? പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. അവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം തൊഴിൽ സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ലോ വേജസിന് കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ മാർക്കറ്റിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. Individual consumers often find themselves in a weak position. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെ തന്നെ ഒരു വീക്കർ പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് whenever there is a complaint regarding a good or services that had been bought, the seller tries to shift all the responsibility on to the buyer. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഈ കൺസ്യൂമേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയി, നമ്മളൊരു സാധനം വാങ്ങിച്ചു വന്നു, വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സാധനം നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലുള്ളതല്ല, അല്ലെങ്കിൽ ഇതിന് ഡാമേജ് ഉണ്ട്. നമ്മളൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടൊരു നല്ല അടിപൊളി ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ വന്ന സമയത്താണ് നമ്മൾ കറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്താണ് മനസ്സിലായത് ഈ ക്ലോത്ത് അത്ര ഫൈൻ അല്ല, അല്ലെങ്കിൽ ഇതിന് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് കറക്റ്റ് ആയിട്ടുള്ള വർക്കല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തുണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇവിടെ ഓൺലൈൻ പർച്ചേസിങ് അല്ലെ, ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പോലും അതിന് എന്തുണ്ട്, കസ്റ്റമർക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം അല്ലെ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് വേണമെങ്കിൽ അവർ നന്നാക്കി തരും, അല്ലെങ്കിൽ അവർ വേറെ പ്രോഡക്റ്റ് തരും അല്ലെ. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത്? നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, നമ്മളൊരു സാരി വാങ്ങിക്കാൻ പോയി, വീട്ടിൽ വന്ന് സാരി തുറന്നു നോക്കിയ സമയത്താണ് മനസ്സിലായിരിക്കുന്നത് അതിന് ഡാമേജ് ഉണ്ട്. നമ്മൾ വീണ്ടും തിരിച്ച് അതേ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തു, ഞാനിത് ഇന്നലെ വാങ്ങിച്ച സാധനമാണ് ഇവിടുന്ന്, പക്ഷെ ഇതിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ എന്താ പറയാ? അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ വേണമായിരുന്നു അത് നോക്കിയിട്ട് എടുക്കാൻ, ഡാമേജ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ വേണമായിരുന്നു നോക്കിയിട്ട് എടുക്കാന്നുള്ള രീതിയിൽ ആരെ ബ്ലെയിം ചെയ്യും? കൺസ്യൂമറെ ബ്ലെയിം ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമായിരിക്കും, പക്ഷെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ കൊടുത്ത വേർത്തി ആയിട്ടല്ലേ, നമ്മൾ കൊടുത്ത അത്രയും പൈസയുടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു നല്ലൊരു സാധനം ആയിരിക്കണമെന്നില്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലേ മക്കളെ? യെസ്, എന്താ പറഞ്ഞേ? whenever there is a complaint regarding a good or service that had been bought, the seller tries to shift all the responsibility on the ബയർ അല്ലെ, വാങ്ങിച്ച ആളെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾ നോക്കിയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും അല്ലേ, നിങ്ങൾ നോക്കിയിട്ട് എടുക്കാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ പറയും, മാറ്റി തരാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. ഓക്കെ, their position usually is, if you didn't like what you bought, please go elsewhere. എന്താ അവർ പറയാ? നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച സാധനം ഇഷ്ടമായില്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട, വേറെ എവിടെയെങ്കിലൊക്കെ പോയിക്കോന്ന് പറയും. ഓക്കെ, as if the seller has no responsibility once a sale is completed. ഒരു വട്ടം ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുസരിച്ച് നിങ്ങളെ ചോയ്സിന് എടുത്ത സാധനമാണ്, ഇനി അതിന് മാറ്റാനൊന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? റിട്ടേൺ പോളിസീസ് അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ ചില ഷോപ്പിൽ തന്നെ എഴുതി വെക്കും അല്ലെ, നിങ്ങൾ നിവർത്തൊന്നും ചെയ്തില്ല, കറക്റ്റ് മടക്കിൽ തന്നെ നീറ്റായിട്ട് കൊണ്ടുതരാണെങ്കിൽ 7 daysനുള്ളിൽ നമ്മൾ കൊണ്ടുതരാണെന്നുണ്ടെങ്കിൽ ബില്ലടക്കം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റിയൊക്കെ തരും അല്ലെ. അങ്ങനെയാണ്. The consumer movement, as we shall discuss later, is an effort to change this situation. അപ്പം ഒരു രീതിയിലാണ് നമുക്ക് ഈ കൺസ്യൂമർ മൂവ്മെന്റ് അല്ലെ, കൺസ്യൂമർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഓർഗനൈസേഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനത്തെ കൺസ്യൂമർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മൂവ്മെന്റ് ആണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കണം. So, exploitation in the marketplace happens in various ways. ഇപ്പൊ മാർക്കറ്റിൽ പല തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സംടൈംസ് traders indulge in unfair trade practices such as when shopkeepers weigh less than what they should, or when traders add charges that were not mentioned before, or when adulterated or defective goods are sold. അപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. നമ്മൾ 1 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ പോയിട്ട് അയാൾ 950 ഗ്രാമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലെ, അയാൾ തൂക്കിയിട്ട് 950 ഗ്രാം തരും. ചിലപ്പോൾ അയാൾ അത് കണ്ടെയ്ൻ ചെയ്യുന്ന കവറിന്റെ ഒക്കെ വെയിറ്റ് അല്ലെ, അതൊക്കെ 50 ഗ്രാം ഒക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ തരില്ലേ. നമ്മൾ 1 kg നമ്മൾ പൈസ കൊടുക്കുന്നത് അല്ലെ. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾ എമൗണ്ട് കുറയ്ക്കും
മനസ്സിലായോ? അത് നമുക്ക് കസ്റ്റമർ നമ്മൾ പേ ചെയ്യുന്നുണ്ട് അല്ലെ, അവർ പറയുന്ന പൈസ നമ്മൾ പേ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, കറക്റ്റ് സാധനം കിട്ടുന്നില്ല അല്ലെ, അതൊരു ഇഷ്യൂ ആണ്. പിന്നെ എന്താ പറയുന്നത്, എക്സ്ട്രാ ചാർജസ് അല്ലെ, എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോയി, അപ്പം അവര് ഒരു എമൗണ്ട് പറയും, കുറച്ച് കഴിഞ്ഞ് ബില്ലടിക്കാൻ നേരത്ത് ഇതിന്റെ പൈസയുണ്ട്, അതിന്റെ പൈസ വരും, ഇതിന്റെ പൈസ, അങ്ങനെ കുറച്ചും കൂടെ എക്സ്ട്രാ ചാർജസ് ഒക്കെ നമുക്ക് ഇട്ടിട്ട് തരും അല്ലെ. നമ്മൾ 100 രൂപയ്ക്കാണ് സാധനം വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ബില്ലൊക്കെ അടച്ചു വരുമ്പോഴത്തേക്ക് 250 ഒക്കെ ആയില്ലേ, കൂട്ടി പൈസ അടച്ചത് വരും. അപ്പൊ എന്താണ്, അത് എക്സ്ട്രാ ചാർജ് ആണ് അല്ലെ. അവിടെ കൺസ്യൂമർക്ക് എന്ത് പ്രശ്നം പറ്റുകയാണ് അല്ലെ, കൺസ്യൂമറെ അവര് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പേ ചെയ്യേണ്ടതിനേക്കാളും കൂടുതൽ എമൗണ്ട് അവര് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അഡൾട്ടറേറ്റഡ് സാധനങ്ങൾ തരിക അല്ലെ. അഡൾട്ടറേറ്റഡ് സാധനങ്ങൾ തരിക എന്ന് പറയുമ്പോൾ എന്താ അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അഡൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കില്ല അവർ തരുന്നുണ്ടാവുക. നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ മുളക് പൊടി വാങ്ങിക്കാൻ പോയി, ചില്ലി പൗഡർ വാങ്ങിക്കാൻ വേണ്ടി പോയി, അവര് കുറച്ച് മുളക് പൊടീൻ്റെ അകത്ത് ബാക്കി മുഴുവൻ ഇഷ്ടികപ്പൊടി ഇട്ട് തരുകയാണെങ്കിലോ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റുമോ മുളക് പൊടി ഏതാ ഇഷ്ടികപ്പൊടി ഏതാന്ന്? ഇല്ല, അവര് മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം ഇഷ്ടികപ്പൊടിയൊക്കെ തരും. ഓക്കെ, അങ്ങനത്തെ ഒരു സെയിലിനെയാണ് എന്ത് പറയുക, അതായത് മിക്സ് ആക്കിയിട്ട് തരും. നമുക്ക് മനസ്സിലാവില്ല ഇത് മുളക് പൊടിയാണോ ഇഷ്ടികപ്പൊടിയാണോ, ആ രീതിയിൽ അല്ലെ. നമ്മൾ ഇന്റന്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ ഇന്റൻഷൻ അനുസരിച്ചുള്ള സാധനമായിരിക്കില്ല അവർ തരും, അവര് അഡൾട്രേഷൻ ചെയ്തിട്ട് സാധനങ്ങൾ തരും. സോ ഇങ്ങനെ പലതരത്തില് മാർക്കറ്റിൽ എന്ത് പറ്റുന്നുണ്ട്, കൺസ്യൂമർക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഒന്ന് എന്താ പറഞ്ഞത്, ഫസ്റ്റ് വൺ എന്തായിരുന്നു, അവര് സാധാരണ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വെയിറ്റ് കുറച്ച് തരിക, അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് അധിക ചാർജ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിലോ അവര് അഡൾട്രേഷൻ ചെയ്ത സാധനങ്ങൾ തരില്ലേ. പലതരത്തിലുള്ള അഡൾട്രേഷൻ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഒരുപാട് തരത്തില്ലേ, ഓയിൽസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന ഓയിൽ ആയിരിക്കില്ല അവർ തരുന്നുണ്ടാവുക. അപ്പൊ അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്, അഡൾട്രേഷൻ നടക്കുന്നുണ്ട്. Markets do not work in a fair manner when producers are few and powerful. അവര് പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര കുറച്ചും ഭയങ്കര പവർഫുള്ളും ആണ് അല്ലെ, വേറെ എവിടെയും കിട്ടാത്തത്ര കുറച്ച് പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ, അവർ ഭയങ്കര പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും, അവര് കറക്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. Markets do not work in a fair manner when producers are few and powerful, whereas consumers purchase in small amounts and are scattered. Consumers small amount purchase ചെയ്യുന്നുണ്ട്. This happens especially when large companies are producing these goods. അല്ലെ, ലാർജ് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അല്ലെ. വലിയൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിന്റെ പിറകെ അല്ലെ, അവർ നന്നായിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ, പരസ്യം ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മക്കളെ. നന്നായിട്ടൊരു അഡ്വർടൈസ്മെന്റ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, അതിന്റെ പിറകെ ഓടിക്കൊള്ളു അല്ലെ. എവിടെ നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ ടി വിൻ്റെ അകത്ത് ഒരു കമ്പനീനെ പറ്റിയിട്ട്, നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബില് കമ്പനി ഉണ്ട്, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് എടുത്താൽ അതിനകത്ത്, നമ്മൾ ചുറ്റോട് നോക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വെക്കും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇതിങ്ങനെ കാണുന്നു, ടി വിയിൽ കാണുന്നു അല്ലെ. നമ്മൾ ആ പ്രോഡക്റ്റ് അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് അവര് അട്രാക്ട് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഓക്കെ, ദീസ് കമ്പനീസ് വിത്ത് ഹ്യൂജ് വെൽത്ത്, power and reach can manipulate the market in various ways. അല്ലെ, നമ്മൾ ഒരു ചായപ്പൊടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ചായപ്പൊടി നമ്മൾ എവിടെ നോക്കിയാലും ഒരു പേര് അല്ലെ, ഒരു ബ്രാൻഡ് മാത്രം നമ്മൾ കാണും. ആ ബ്രാൻഡ് അപ്പൊ നമുക്ക് ചായപ്പൊടി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും അല്ലെ, ഈ ഒരു ബ്രാൻഡിന്റെ ചായപ്പൊടിയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ് മുഴുവൻ എന്താണ്, അങ്ങനത്തെ ബ്രാൻഡുകളാണ് അല്ലെ. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് ടൈംസ് false information is passed on through the media and other sources to attract consumers. ചില സമയത്ത് അവര് കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ പോലെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ മീഡിയാസ് വഴി കൊടുക്കും അല്ലെ. നമുക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ര ഗുണങ്ങളുണ്ട്, ഞങ്ങൾ അവിടെ എത്രതാണെന്ന്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും,
ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. കേൾക്കുന്ന ആൾക്കാർ ഒരു വട്ടം കേട്ട് നമ്മൾ മൈൻഡ് ആക്കില്ല, രണ്ടാമത്തെ വട്ടം നമ്മൾ കേട്ട് മൈൻഡ് ആക്കില്ല, മൂന്നാമത്തെ വട്ടം നമ്മൾ കേട്ട് മൈൻഡ് ആക്കില്ല, നാലാമത്തെ വട്ടം നമ്മൾ ഇൻ കേസ് അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അല്ലെ. അവരുടെ അഡ്വർടൈസ്മെന്റ് വരും, അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റീസ് നമ്മളൊന്ന് ഓർക്കും. ഇന്ന ക്വാളിറ്റീസ് അവര് പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് നല്ലൊരു സാധനമാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിക്കും. അതാണ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ കമ്പനി ഫോർ years sold powder milk for babies all over the world as the most scientific product claiming, അതായത് most scientific product claiming this to be better than mother's milk. ഒരു കാലത്ത് കുറേ വർഷത്തേക്ക് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അമ്മയുടെ പാലല്ലേ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അമ്മയുടെ പാലിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ പാൽപ്പൊടി അല്ലെ, പൊടിയുടെ മിൽക്ക്, പൊടി കലക്കിയിട്ട് പൗഡറിന്റെ മിൽക്ക് ബേബിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? മാർക്കറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇഷ്ടംപോലെ ബർത്ത് നടക്കുന്നുണ്ട് അല്ലെ, ജനനം ഡെയിലി ഇഷ്ടംപോലെ അല്ലെ, ഒരുപാട് ബേബികൾ ജനിക്കുന്നുണ്ട്. ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ഫീഡ് ചെയ്യുന്നത്? അവരെന്താണ് അമ്മമാരുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത്? അമ്മമാരുടെ മിൽക്കിനേക്കാളും നല്ല മിൽക്കാണ് അല്ലെ. അപ്പൊ ഏതൊരു അമ്മയാണ് എന്താഗ്രഹിക്കാത്തത്? കുട്ടികളുടെ ഹെൽത്ത് നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത അല്ലെ. ഞങ്ങളുടെ മക്കള് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, അവർക്ക് നല്ല ഹെൽത്ത് വേണമെന്ന് അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ അമ്മമാരെന്ത് വിചാരിക്കും? ബ്രസ്റ്റ് മിൽക്കിനേക്കാളും അല്ലെ, മുലപ്പാലിനേക്കാളും നല്ല മിൽക്കാണ് ഇവര് തരുന്ന മിൽക്ക്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്റെ ബേബിക്ക് കൊടുത്തുകൂടാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ അവരുടെ പരസ്യം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കാനേ ഇരിക്കും അല്ലെ. അപ്പൊ എത്രയോ മാർക്കറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ എല്ലാ അമ്മമാരും അത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാല് അല്ലെ, ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോൾ കുട്ടിക്ക് ആരോഗ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് കൂടുന്നില്ല അല്ലെ, വെയിറ്റ് വെക്കുന്നില്ല. അപ്പൊ പിന്നെ കുറച്ച് പൊടി കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് വെക്കും. അത് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമാണെന്നുള്ള രീതിയിൽ പോയിട്ട് വാങ്ങിക്കുക. അതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒരു സ്ട്രാറ്റജിയാണ് മക്കളെ. It took years of struggle before the company was forced to accept that it had been making false claim. അങ്ങനെ എന്ത് ചെയ്തു? കുറേ ആൾക്കാരുടെ ഒരു സ്ട്രഗിൾ അല്ലെ, കുറേ കാലത്തെ ഒരു സ്ട്രഗിളിന്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് ആ കമ്പനി എന്ത് പറയുന്നത്? ഇല്ല, ഞങ്ങളത് ഫോൾസ് ക്ലെയിം പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ബേബിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അല്ലെ, ജനിച്ച ഉടനെയുള്ള 6 മാസം വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അമ്മയുടെ പാല് തന്നെയാണ് അല്ലെ. അതിന് വേറെ അഡൾട്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനി അങ്ങനത്തെ രീതിയിലാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ ഇവര് ഫാൾസ് ക്ലെയിം കൊടുക്കുകയാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? ഇതിന്റെ പൗഡർ എന്ന് പറയുന്നത്, ഞങ്ങളുടെ മിൽക്ക് പൗഡർ എന്ന് പറയുന്നത് അമ്മയുടെ ഫുഡിനേക്കാളും അല്ലെ അമ്മയുടെ പാലിനേക്കാളും നല്ലതാന്ന് പറയുമ്പോൾ അതൊരു ഫാൾസ് ക്ലെയിം ആണ്, അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അല്ലെ. Similarly, a long battle had to be fought with the court cases to make cigarette manufacturing companies accept that their product could cause cancer. Hence, there is a need for rules and regulations to ensure protection for consumers. നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ, എന്താ പറയാ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ല, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അങ്ങനെ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്താണ് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. പക്ഷെ അവർ ആ ക്ലെയിം അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കോടതിയും കേസൊക്കെ ആയി പോയിട്ടാണ് ഈ പുകയില കമ്പനിക്കാര് അത് ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ളൊരു ലേബല് അത് കൊടുത്ത് മാർക്കറ്റ് ചെയ്യും. ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ മീഡിയയിൽ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവം പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആൾക്കാർ വിചാരിക്കും പുകയിലയിൽ ഒരു ദോഷവും ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം അല്ലെ. ആ രീതിയിൽ എന്ത് ചെയ്യും? അത് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് വിറ്റഴിക്കപ്പെട്ടേനെ. പക്ഷെ ഇപ്പൊ ആൾക്കാർ എന്താണ്? ബോധവാന്മാരാണ് അല്ലെ. അവര് തന്നെ അവരുടെ പ്രോഡക്റ്റിൽ ക്ലെയിം ചെയ്യാണ്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്യാൻസർ തരുന്നതാണ് എന്ന് അവര് തന്നെ അവരുടെ പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ സ്ട്രഗിള് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ മൂവ്മെന്റ്. The consumer movement arose out of
dissatisfaction of the consumers as many unfair practices were being indulged in by the sellers. അപ്പം കൺസ്യൂമേഴ്സ് എല്ലാം കൂടെ ചേർത്തൊരു മൂവ്മെന്റ് എന്ന് പറയുന്ന പരിപാടി അല്ലെ. കൺസ്യൂമേഴ്സ് അവരുടെ ഇഷ്ടത്തിനല്ലേ, അവരുടെ ഒരുപാട് ഇഷ്യൂസ് കൺസ്യൂമേഴ്സിന് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ പോയി അപ്പൊ അവര് മാറ്റി തരില്ല എന്ന് പറയും അല്ലെ. ആ രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് മാസമായിട്ടല്ലേ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരു കൺസ്യൂമർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് there was no legal system available to consumers to protect them from exploitation in the marketplace. ആദ്യം നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോയി ആ പ്രോഡക്റ്റ് കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു, പക്ഷെ ആ പൈസയ്ക്ക് മാത്രം ആ പ്രോഡക്റ്റ് ഇല്ലായിരുന്നു, അത് പിറ്റേ ദിവസം തന്നെ ചീത്തയായി പോയി എന്ന് വിചാരിച്ചോ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് പറയും, എന്ത്, നിങ്ങൾ തന്നിരിക്കുന്ന സാധനം കൊള്ളാത്ത സാധനമാണ് അല്ലെ, കേടായിട്ടുള്ള സാധനമാണ്, ഇത് മാറ്റി തരണം എന്ന് പറയും അല്ലെ. അത് പറയാൻ നമുക്ക് എന്തുണ്ട്, ഇപ്പം നിയമവശാൽ അതിന് അനുവാദമുണ്ട്. മുമ്പായിരുന്നെങ്കിൽ എന്താ, ഇങ്ങനെ ഒരു നിയമസാധ്യത ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത്, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ സാധനം തന്നിരിക്കുകയാണ്, ഇത് ചീത്തയായിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ അടുത്ത്, ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് പറയണമായിരുന്നു, നിങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഇത് പറയേണ്ടതെന്ന് പറയും അല്ലെ. അവർ നമുക്കത് മാറ്റി തരില്ലായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് നിയമങ്ങളുണ്ട് അല്ലെ, കൺസ്യൂമർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കോടതികളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. For a long time, when a consumer was not happy with a particular brand product or shop, he or she generally avoided buying that brand product or would stop purchasing from that shop. നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നേരത്തെ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഫുൾ ചീത്ത ഭക്ഷണങ്ങളാണ് കൊണ്ടുവെക്കുന്നത്, നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുപോയി വെക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് സാധനം വേണം താനും, പക്ഷെ അവിടുന്ന് വാങ്ങിക്കാനും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾ ബെറ്റർ ആ ഷോപ്പിൽ പോവാതിരിക്കുക, അല്ലാതെ അതിന് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ വരാൻ തുടങ്ങി പിന്നീട്. It was presumed that it was the responsibility of consumers to be careful while buying a commodity or service. അപ്പം അതെന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ഇപ്പൊ ഒരു ഷോപ്പിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേസാവും അല്ലെ. എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നിയമത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വരും. പക്ഷേ എക്സ്പയറി കഴിഞ്ഞ സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും മുമ്പ് സമയത്ത് നിങ്ങൾ നോക്കാത്തത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ അല്ലെ, ആ രീതിയിലായിരുന്നു ക്ലെയിം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ സെല്ലേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ലായിരുന്നു, അവരുടെ ഭാഗത്ത് അവർക്കൊരു ഫോൾട്ടും ഉണ്ടായിരുന്നില്ല. It took many years of organizations in India and around the world to create awareness amongst people. അപ്പോൾ ഒരുപാട് വർഷത്തെ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനൊരു ബോധം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയത്. This has also shifted the responsibility of ensuring quality of goods and services on the sellers. In India, the consumer movement as a social force originated with the necessity of protecting and promoting the interest of consumers against unethical and unfair trade practices. അപ്പം അൺഎത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ എന്ത് വന്നിട്ടുള്ളത്, കുറെ മൂവ്മെന്റ്സ് വന്നിട്ടുള്ളത്. Rampant food shortages, hoarding, black marketing, adulteration of food and edible oil gave birth to the consumer movement in an organized form in the 1960s. അല്ലെ, 1960 ആ കാലഘട്ടത്തിലൊക്കെ എന്താണ്, കരിഞ്ചന്തകൾ, അതായത് എന്ത് ചെയ്യുക, അഡൾട്രേഷൻ നടത്തുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുക, അവര് സാധനങ്ങൾ എന്ത് ചെയ്യുന്ന അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുക, കുറെ സാധനങ്ങൾ അവർ വിൽക്കാതെ വെക്കും. അപ്പൊ അവിടെ ഒരു ഷോർട്ടേജ് വരും. ആ ഷോർട്ടേജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഭയങ്കര ഹൈ പ്രൈസിൽ ആ സാധനം എന്ത് ചെയ്യും, വിൽക്കും. ഓക്കെ, ഉള്ളിയൊക്കെ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഒറ്റ സെയിലാക്കാതെ അവര് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഉള്ളി കിട്ടാനില്ല എന്നുള്ള രീതിയിൽ, ഉള്ളി ഭയങ്കര റെയർ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യും, അവർ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവര് ഈ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സാധനം കൊണ്ടുപോയിട്ട് വിപണിയിൽ ഇറക്കും. വിപണിയിൽ അങ്ങനെ ഇറക്കുമ്പോൾ ഇല്ലാത്തൊരു സാധനം ഇറക്കുന്ന സമയത്ത് നേരത്തെ 10 രൂപ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര റെയറായി, ഇപ്പൊ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപയ്ക്ക് വിൽക്കും. അങ്ങനത്തെ കുറെ സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ ഉണ്ട്.
അപ്പം ഈ അഡൾട്രേഷൻ ആണെങ്കിൽ അല്ലെ, അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, വേറെ നമ്മൾ വിചാരിക്കാത്ത പ്രോഡക്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തരാം. നമ്മൾ വിചാരിക്കുന്ന സാധനം ആയിരിക്കില്ലേ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലുള്ള കൺസ്യൂമേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ലീഗൽ മൂവ്മെന്റ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ടായത്. ഓക്കെ, till the 1970s, consumer organizations were largely engaged in writing articles and holding exhibitions. They formed consumer groups to look into the malpractices in ration shops and overcrowding in the road passenger transport. More recently, India witnessed an upsurge in the number of consumer groups. അപ്പം ഈ രീതിയിൽ അല്ലെ പലതരത്തിലുള്ള കൺസ്യൂമേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്താണ് ഇന്ത്യയിൽ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നിയമങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. Because of all these efforts, the movement succeeded in bringing pressure on business firms as well as government to correct business conduct which may be unfair and against the interest of consumers at large. അപ്പം അൺഫെയർ ആൻഡ് അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിസിനസ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്തു, ഈ ചെയ്യുന്ന ആൾക്കാരെയും ഗവൺമെന്റിനെ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ, അൺഎത്തിക്കൽ ആയിട്ട് അല്ലെ. നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ട് അല്ലെ, 100 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും കൺസ്യൂമേഴ്സിന് അവരുടെ കയ്യിലുള്ള പൈസ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ പൈസയ്ക്ക് അനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളുടെ റൈറ്റ് ആണ് അല്ലെ. ആ രീതിയിൽ മൂവ്മെന്റ് നടക്കുകയാണ് ചെയ്യുന്നത്. A major step taken in 1986 by the Indian government was the enactment of the Consumer Protection Act 1986. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പം നമ്മളുടെ ഒരു ഗവൺമെന്റ് നമുക്ക് ഈ നമുക്ക് കൺസ്യൂമേഴ്സിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടിട്ട് ഗവൺമെന്റ് 1986 കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, പോപ്പുലർലി നോൺ ആസ് COPRA. അപ്പം COPRA അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നുണ്ട് 1986 അല്ലെ. ഈ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷമാണ് കൺസ്യൂമേഴ്സിന് കുറച്ചൊക്കെ അവകാശങ്ങൾ കിട്ടിത്തുടങ്ങിയത്. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓർ COPRA 1986. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇന്റർനാഷണൽ. In 1985, United Nations adopted the UN guidelines for consumer protection. Consumer protection വേണ്ടിയിട്ട് 1985. This was a tool for nations to adopt measures to protect consumers and for consumer advocacy groups to press their governments to do so. അപ്പം അതിനു വേണ്ടിയിട്ട് UN സ്റ്റാർട്ട് ചെയ്തു 1985. At the international level, this has become the foundation for consumer movement. അപ്പം ഈ ഒരു ഇൻസിഡന്റ് ആണ് ഇന്റർനാഷണൽ ലെവലില് ഈ ഒരു കൺസ്യൂമർ മൂവ്മെന്റിനുള്ള സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. Today, Consumers International has become an umbrella body to cover 200 member organizations from over 100 countries. ഇപ്പം ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള 100ഓളം രാജ്യങ്ങൾ ചേർത്തിട്ട് 200ഓളം അംഗങ്ങളുള്ള ഒരു വലിയൊരു സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ കൺസ്യൂമേഴ്സ് ഇന്റർനാഷണൽ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ലെവലിലുള്ള കൺസ്യൂമേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കളെ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത്? കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കൺസ്യൂമേഴ്സിന് കുറെ റൈറ്റ് ഉണ്ട് അല്ലെ, അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് അല്ലെ, അൺഫെയർ ആയിട്ട് മാർക്കറ്റേഴ്സ് സെല്ലേഴ്സ് കുറെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് വെയിറ്റ് കുറച്ച് തരിക അല്ലെങ്കിൽ നമുക്ക് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തരിക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പ്രതികരിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. അല്ലെങ്കിൽ ആ ആക്ടിനെ പറയുന്ന പേരെന്താ? COPR അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് COPR. അപ്പം ഇതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, കുറെ റൈറ്റ്സ് ഒക്കെ
കിട്ടിക്കൊള്ളുന്നത്. ഇനി ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് കൺസ്യൂമർ ഇന്റർനാഷണൽ. അതിനകത്ത് 100ഓളം രാജ്യങ്ങളിൽ നിന്നും 200 മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്